Okay, Module 4. Module 4 deal in the combined footing and trapezoidal footing പിന്നെ deep foundation to brief theory part വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ theory part just ഒന്ന് വായിച്ചുകൊണ്ട് ഒന്ന് detailed explain ചെയ്യാം. A combined footing supports two columns when a foundation is built close to an existing building or a property line. There may not be sufficient space for equal projection on the sides of exterior column. This results in eccentric loading of the footing. It may lead to tilting of the foundation or counteract the tilting tendency. A combined footing is provided which joins the exterior column with an interior column. A combined footing also requires when two individual footings overlap. In a conventional design, the combined footing is assumed to be infinitely rigid and soil pressure distributed to be planar. In an elastic line method, the flexibility of the footing is considered. The elastic line method is more rational but quite involved. The footing is proposed such that the center of gravity of the footing lies in the line of action of the resultant of the column loads. That is very important. Problem ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓർത്തോണം. The footingന്റെ shape proportion ചെയ്യുന്നത് such that the center of gravity of the shape of the footing is same as the center of gravity of the column loads. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. A combined footing is generally rectangular in plan if sufficient space is available beyond each column. If one of the column is near the property line, the rectangular footing can still be provided in the interior column. Can be still provided if the interior column is relatively heavier. However, if the interior column is lighter, the trapezoidal column is fine. വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ബേസിക്സ് ഒന്ന് പറഞ്ഞു വന്നിട്ട് നമുക്ക് തിയറി നോക്കാം. ഓക്കെ, ഒരു കമ്പൈൻഡ് ഫുട്ടിങ് ഉപയോഗിക്കുന്നതിൻ്റെ സിനാരിയോസ് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഫിഗർ, ഓക്കെ ഫൈൻ, ഈ ഒരു ഫിഗർ വെച്ചു. സിനാരിയോ എന്ന് പറയുന്നത് ഇപ്പം ഒന്നിൽ കൂടുതൽ കോളംസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കോളം ഉണ്ടെന്ന് വെച്ചോ, 2 കോളം ഉണ്ട്. അപ്പോൾ ഈ കോളത്തിൻ്റെ ഫുട്ടിങ് സ്പേസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഫുട്ടിങ്ങിൻ്റെ സ്പേസ് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ റീജിയൻ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഇൻഡിവിജ്വൽ ഫുട്ടിങ് കൊടുക്കുന്നതിന് പകരം ആ കേസിൽ മോർ മീൻസ് എഫക്റ്റീവായിട്ട് വരുന്നത് ഒറ്റ ഒരു ഫുട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് 2 കോളം പ്ലേസ് ചെയ്യുന്നതിനാണ്. ഓക്കെ, അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ കമ്പൈൻഡ് ഫുട്ടിങ്സ് ഉപയോഗിക്കുന്നത്. കമ്പൈൻഡ് ഫുട്ടിങ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഒന്നെങ്കിൽ റെക്റ്റാങ്കുലർ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രപ്പീസോയിഡൽ ഷേപ്പ് ആകാം. ഓക്കെ, ഇങ്ങനത്തെ സിനാരി ഇപ്പോൾ ട്രപ്പീസോയിഡൽ ഷേപ്പും റെക്റ്റാങ്കുലർ ഷേപ്പും തമ്മിൽ വ്യത്യാസമൊക്കെ വരാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ഡിഫറൻസ് വരാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പം ഓക്കെ റെക്റ്റാങ്കിൾ തന്നെ ആദ്യം പറഞ്ഞിട്ട് ട്രപ്പീസോയിഡോട്ട് പോവാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ പറയുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡയമെൻഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ലെങ്ത്ത് ഈ ബ്രെത്ത് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് സച്ച് ദാറ്റ് ഈ പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ഫുട്ടിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയായിട്ട് കമ്പയറബിൾ ആയിരിക്കണം. ഓക്കെ, ഈ ഫുട്ടിങ്ങിൻ്റെ ലോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയായിട്ട് കമ്പയറബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ലോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ലൈൻ റെഫറൻസ് ആയിട്ട് എടുക്കുക. ഒരു മിനിറ്റ്, ഇപ്പം ഫിഗർ വരയ്ക്കാനാണെങ്കിൽ ഓക്കെ, ഇങ്ങനൊരു കോളം എന്ന് വെച്ചോ. ഇതിൻ്റെ അകത്ത് നമ്മൾ റെഫറൻസ് ലൈൻ ക്രിയേറ്റ് ചെയ്യുക. റെഫറൻസ് ലൈനിന് ഇപ്പോൾ ഗ്രീൻ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ ഒരു റെഫറൻസ് ലൈൻ എടുത്തു എന്ന് വെച്ചു. ആ റെഫറൻസ് ലൈൻ സച്ച് ദാറ്റ് ദ ഫസ്റ്റ് കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് റെഫറൻസ് ലൈൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ പോയിൻറ്റിൽ തന്നെ ആയിരിക്കും അല്ലേ. എന്നിട്ട് നമ്മളിപ്പോൾ സെക്കൻഡ് കോളത്തിൻ്റെ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ പോയിൻ്റായിരിക്കും. അപ്പോൾ ഈ രണ്ടിൻ്റെ സി ജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോളത്തിൻ്റെ ലോഡ് ഫോർ എക്സാമ്പിൾ അത് നമ്മൾ W1 എന്ന് വെച്ചോ. W1 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദ ഫസ്റ്റ് ലോഡ് ഫ്രം ദ റെഫറൻസ് ലൈൻ എത്രയാണ്? ഇൻറ്റു 0 പ്ലസ് സെക്കൻഡ് കോളത്തിൻ്റെ ലോഡ് W2 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദി ഇതെന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, നമുക്ക് ആ ഡിസ്റ്റൻസ് എന്തായാലും അറിയായിരിക്കും. അതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോളംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സ് എന്ന് എടുത്തു, അല്ലെങ്കിൽ ഡി എന്ന് തന്നെ എടുത്തു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോളംസ് എന്ന് പറയുന്നത് ഡി എന്ന് പറഞ്ഞെടുത്തു. ഡിവൈഡഡ് ബൈ ദ ഹോൾ വെയ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു W. ഈ W എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് W ഇസ് ഈക്വൽ ടു W1 പ്ലസ് W2 ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എടുക്കുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബാർ. അപ്പോൾ ഈ എക്സ് ബാറിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത് ഈ പോയിൻറ്റിൽ നിന്ന്
സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ലോഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ബാർ. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? W1 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ദി റെഫറൻസ് ലൈൻ പ്ലസ് W2 ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ദി റെഫറൻസ് ലൈൻ ഡിവൈഡ് ബൈ ദി ടോട്ടൽ ലോഡ്. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഇതാണ് എക്സ് ബാർ. പിന്നെ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഇത് കിട്ടുക മീൻസ് ഏതാ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാമല്ലോ. നേരെ സെൻറ്റർ ഓഫ് മീൻസ് ഏതാ പറയുക L/2 B/2ൻ്റെ സെൻറ്റർ ആയിരിക്കും റെക്റ്റാങ്കിളിൻ്റെ ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മീൻസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഈ എക്സ് ബാർ എന്നൊരു ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. ഓക്കെ, അപ്പം ഈ L വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് ബാറിൻ്റെ കൂടെ ഇവിടെ എത്ര ഇവിടെ കിട്ടണം? ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ വന്നാലേ ഈ ND എന്നുള്ള ഡിസ്റ്റൻസ് വരത്തുള്ളൂ. അപ്പം ഇത് ഷേപ്പിന് സെൻറ്റർ ആകണമെന്നുണ്ടെങ്കിൽ Lൻ്റെ വാല്യൂ എത്രയാണ്? 2 ടൈംസ് ഈ ലെങ്ത് ആയിരിക്കും. ഈ ലെങ്ത് എത്രയാണ്? എക്സ് ബാർ പ്ലസ് ഫസ്റ്റ് കോളത്തിൻ്റെ ലെങ്ത് ബൈ 2, അതായത് B1/2 ഇസ് ഈക്വൽ ടു L എന്ന് തന്നെ കിട്ടും. എക്സ് ബാർ ഇൻറ്റു B1/2 ഇൻറ്റു 2 കേട്ടോ. ബിക്കോസ് ഈ ഒരു ഡിസ്റ്റൻസ് അത്രയും തന്നെ ഇപ്പുറത്തോട്ടും പോകണമല്ലോ, അന്നല്ലേ L കിട്ടത്തുള്ളൂ. അങ്ങനെ L കിട്ടും. അതാണ് കമ്പ്യൂട്ടേഷനിൽ യൂസ് ചെയ്യുന്നത്. ഇത്ര റെക്റ്റാങ്കിൾ കാര്യം പറഞ്ഞു. ഇനിയിപ്പം ട്രപ്പിസോയിഡൽ. ഓക്കെ, ഈ ട്രപ്പിസോയിഡൽ നമ്മൾ മീൻസ് ഇത് യൂസ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ബൗണ്ടറി ലൈൻ്റെ അടുത്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അവസാനം വരുന്ന കോളം എന്ന് പറയുന്നത് വെല്ലവൻ്റെ പറമ്പിൻ്റെ അടുത്ത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബൗണ്ടറി ലൈൻ. മുകളിൽ നിന്നുള്ള സ്ക്രീൻ. ഓക്കെ ഫൈൻ. ഇപ്പം ഇതാണ് ബൗണ്ടറി ലൈൻ. അപ്പോൾ നമ്മുടെ കോളം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ കോളത്തിന് ഇത്രയും ഫുട്ടിങ് സ്പേസ് വേണമെന്നാണ് നമുക്ക് ഈ പറഞ്ഞ തേർഡ് മൊഡ്യൂൾ കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയില്ലേ, വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയും ഫുട്ടിംഗ് വേണം, പക്ഷെ നമുക്ക് ഇത്രയും കയറാൻ പറ്റത്തില്ല. ഈ പറയുന്ന ബൗണ്ടറി ലൈനിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് വരെ നമുക്ക് ഇതെടുക്കാൻ പറ്റത്തുള്ളൂ. എത്രയാണ് ഫുട്ടിംഗ് മാക്സിമം ക്ലോസ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന കേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഫുട്ടിങ് ഇതുമായിട്ട് മീൻസ് ഇത് മേർജ് ചെയ്തിട്ട് ഇതിൻ്റെ ലോഡിൻ്റെ ഒരു പ്രൊപ്പോർഷൻ വാല്യൂ വെച്ചിട്ട് ഇത് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു കേസ് എന്ന് പറയുമ്പോൾ ഫുട്ടിങ്ങിന് ഇങ്ങനെ കാണാൻ വെച്ചിട്ട് ഇങ്ങനത്തെ രീതിയിൽ ഷേപ്പ് ചെയ്യും. അപ്പം ഈ ട്രപ്പിസോയിഡൽ ഫുട്ടിങ് വരുന്ന എപ്പോഴാണ്? ഒന്നെങ്കിൽ രണ്ടെണ്ണം കൂടെ ഒന്നിച്ച് മേർജ് ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫുട്ടിങ്ങിൻ്റെ സ്പേസ് മറ്റേ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്ത സമയത്ത്. മറ്റേതിലോട്ട് പറഞ്ഞാൽ ഈ ഫുട്ടിങ്ങിൻ്റെ നമുക്ക് ഇത്രയാണ് വേണ്ടത്, പക്ഷേ ഇത്രയും കൊടുക്കാൻ പ്രൊവിഷൻ ഇല്ല. അങ്ങനെ നമ്മൾ കമ്പൈൻ ചെയ്യും. അല്ലെങ്കിൽ ബൗണ്ടറി ലൈനായിട്ട് ഒത്തിരി ക്ലോസ് ആയിട്ടിരിക്കുന്ന സിനാരിയോയിൽ. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ കമ്പൈൻ ഫുട്ടിങ്സും ഈ ട്രപ്പിസോയിഡൽ ഫുട്ടിങ്സൊക്കെ വരുന്നത്. ഓക്കെ, ട്രപ്പിസോയിഡൽ ഫുട്ടിങ്സ് വരുമ്പം റെക്റ്റാങ്കുലർ ഫുട്ടിങ്സ് വരുന്ന കേസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ രണ്ട് ലോഡും ഇവിടുത്തെ ലോഡും ഓൾമോസ്റ്റ് കമ്പാരബിൾ ആണ്. പക്ഷേ ട്രപ്പിസോയിഡൽ ഫുട്ടിങ് വരുന്ന കേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോഡിനേക്കാളും വളരെ കൂടുതലാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ വീതി കൂടുതൽ വേണം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ട്രപ്പിസോയിഡൽ ഫുട്ടിങ് വരുന്നത്. ഓക്കെ ഫൈൻ. ജസ്റ്റ് ആ തിയറി പോർഷൻ വായിച്ചു പോവാം. rectangular combined footing. The design of a combined footing consists of selecting the length and width of the footing such that the centroid of the footing and the resultant of the column loads coincide. With the dimensions of the footing established, the shear force diagram and bending moment diagram, thickness of the footing is selected from the bending moment and shear force considerations. Okay fine, are drawn. The thickness of the footing, അതായത് ഫുട്ടിങ്ങിന് എത്രത്തോളം തിക്നെസ് വേണമെന്നുള്ളത് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ DCS2ലാന്ന് തോന്നുന്നു. DCS2ൻ്റെ അകത്ത് തിക്നെസ് ഓഫ് ദി ഫുട്ടിങ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വെച്ചിട്ട്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും തിക്നെസ് ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ കൊടുക്കും. പക്ഷേ അത് ഈ ജിയോടെക്കിൽ പഠിക്കേണ്ട ആവശ്യം വരും തോന്നുന്നില്ല. ഇത്ര ഷിയർ ഫോഴ്സ് ഡയഗ്രം അല്ലെങ്കിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം വരെയൊക്കെ ചോദിക്കത്തുള്ളൂ ജിയോടെക്കിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ. The footing is designed as a continuous beam supported by two columns in a longitudinal direction. അതായത് രണ്ട് കോളം റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ബീം പോലെ എന്ന രീതിയിലാണ് നമ്മൾ ഈ ഫുട്ടിംഗ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഇസ് പ്രൊവൈഡ് ആസ് ഇൻ എ കണ്ടിന്യൂസ് ബീം. ഇതൊക്കെ ജസ്റ്റ് തിയററ്റിക്കൽ പോയിൻറ്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഒരു കണ്ടിന്യൂസ് ബീമിന് കൊടുക്കുന്ന പോലെ ആയിരിക്കും ഇതിൻ്റെ അകത്തുള്ള സ്റ്റീലൊക്കെ കൊടുക്കുക. ഡിറ്റർമൈൻ ദി സ്റ്റീൽ ഇപ്പോൾ വേണ്ട, ചുമ്മാ അഡ്വാൻസ് ആയിട്ട് കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല. ഓക്കെ, ഈ സ്റ്റീലൊക്കെ എങ്ങനെ കൊടുക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി. സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ഞാൻ ഇതിലൂടെ ആഡ് ചെയ്തേക്കാം. എക്സ്ട്രാ ആയതുകൊണ്ട് ഞാനിപ്പോൾ ചുമ്മാ കൂടുതൽ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല.
ഡിറ്റർമൈൻ ദ ടോട്ടൽ കോളം മീൻസ് പ്രൊസീജിയർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ തന്നെയാണ് കറക്റ്റ് സ്റ്റെപ്സ് ആയിട്ട് എങ്ങനെ വരുന്നത്. നമ്മളിപ്പം കമ്പൈൻഡ് ഫുട്ടിങ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഡയമെൻഷൻസ് എടുക്കുന്നത് എന്നുള്ളത്. ഡിറ്റർമൈൻ ദ ടോട്ടൽ കോളം ലോഡ്സ് Q is equal to Q1 plus Q2. ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ ഫുട്ടിങ്. ബേസ് ഏരിയ ഓഫ് ദ ഫുട്ടിങ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സ് ആണ്. മീൻസ് ഒരു സോയിലിന് താങ്ങാൻ പറ്റുന്ന സ്ട്രെസ്സ് എത്രയാണ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയും. അതായത് ആ സോയിലിന് ആ സ്ട്രെസ്സിനേക്കാളും കൂടുതൽ പ്രഷർ വരുന്നുണ്ടെങ്കിൽ സോയിൽ ഫെയിലായിപ്പോവും. അതിനാണ് നമ്മൾ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സോയിലിൻ്റെ മുകളിൽ വരുന്ന സ്ട്രെസ്സ് കണ്ടുപിടിക്കുന്നത് എത്രയാണ്? ആ സോയിലിൻ്റെ മുകളിൽ വരുന്ന ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ലോഡ് ഡിവൈഡഡ് ബൈ സ്ട്രെസ് ചെയ്താൽ പറയാം. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഴുതി കാണിച്ചു തരാം. ഏരിയ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ Qn is equal to Q by A ആണ്. പക്ഷേ അപ്പം A കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ A is equal to Q by Qn. Qn എന്ന് പറയുന്നത് നെറ്റ് അലോവബിൾ സോയിൽ പ്രഷർ. പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലൊക്കേറ്റ് ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ് ഓഫ് ദ കോളം ലോഡ്സ് മെഷർഡ് ഫ്രം വൺ ഓഫ് ദ കോളം സേ ദ എക്സ്റ്റീരിയർ കോളം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോഡിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഒരു പെർട്ടിക്കുലർ ലോഡിൻ്റെ ഒരു എക്സ്റ്റീരിയർ കോളത്തിൻ്റെ സെൻറ്റർ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഞാൻ പ്രോബ്ലം വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ പറയാം, പക്ഷേ സെയിം സാധനം. പിന്നെ വേറൊരു കാര്യം ഓർക്കുന്നത് വെച്ചാൽ കമ്പൈൻഡ് ഫുട്ടിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഈ ബോട്ടത്തിൽ നിന്നുള്ള സ്ട്രെസ് ഇല്ലേ, അതായത് സോയിൽ ഇതിൻ്റെ മുകളിലോട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സ് അത് യൂണിഫോം എന്ന് പറഞ്ഞ രീതിയിലാണ് അസ്യൂം ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ഷുഡ് ബി ഈക്വൽ ടു സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അതായത് താഴെ നിന്നുള്ള സ്ട്രെസ്സ് സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കണം. അതിൽ കൂടുതൽ ലോഡ് താഴെ മീൻസ് സ്ട്രെസ്സ് താഴെ നിന്ന് കൊടുക്കാൻ പറ്റില്ല, സോയിൽ ഫെയിലായി പോകും. ഓക്കെ. ഈ പറയുന്ന എക്സ് ബാർ, അതായത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ലോഡ്, അത് കണ്ടുപിടിക്കുന്ന എക്സ് ഇസ് ഈക്വൽ ടു Q2 ഇൻറ്റു X2 ഡിവൈഡഡ് ബൈ Q. അതായത് X2 എന്ന് പറയുന്നത് Q എന്ന് പറഞ്ഞ ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആ Q എന്ന് പറഞ്ഞ ലോഡിലോട്ടുള്ള ഡിസ്റ്റൻസ് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി X2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എക്സ് ബാർ ഇസ് ഈക്വൽ ടു Q2 ഇൻറ്റു X2 ബൈ Q. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ അകത്ത് Q1 ഇൻറ്റു 0 ആണ്. അതുകൊണ്ടാണ് ആ ടേം നെഗ്ലക്റ്റ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് Q2 ഇൻറ്റു X2 ബൈ Q എന്ന് പറഞ്ഞ് വരുന്നത്. ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് Q1 പ്ലസ് Q2 ആണ്. ഡിറ്റർമൈൻ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഫുട്ടിംഗ്. ലെങ്ത് ഓഫ് ദ ഫുട്ടിംഗ് L ഇസ് ഈക്വൽ ടു 2 ടൈംസ് എക്സ് ബാർ പ്ലസ് B1 ബൈ 2. നമുക്ക് ഈ എക്സ് ബാർ എന്ന ഡിസ്റ്റൻസ് എത്ര? ഈ കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ C0 ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ ഈ ലെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കോളത്തിൻ്റെ എൻഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ടു CG ഇൻറ്റു 2, അതായത് ഈ ഡിസ്റ്റൻസ് ഇൻറ്റു 2 വരുമ്പോഴാണ് നമുക്ക് L കിട്ടുന്നത്. അപ്പം ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് ബാർ മീൻസ് ഇവിടെ നിന്ന് സെൻറ്ററിന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് പറയുന്നത്, കോളത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുവരെ മീൻസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് എത്രയാണ്? എക്സ് ബാർ ആണ്. അപ്പോൾ അവിടെ നിന്ന് എഡ്ജിൽ നോക്കുമ്പം എക്സ് ബാർ പ്ലസ് B1 ബൈ 2, ഈ ഡിസ്റ്റൻസ് എക്സ് ബാർ പ്ലസ് B1 ബൈ 2 ഇൻറ്റു 2 ആകുമ്പോഴാണ് നമുക്ക് ഈ ടോട്ടൽ L എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടുക. ഓക്കെ. ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിംഗ്. B is equal to A by L. അതായത് ഫൈൻ, നമുക്ക് വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് ദ ഫുട്ടിങ് നമുക്കറിയാം, നേരത്തെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തല്ലോ. ഏരിയ ഇസ് ഈക്വൽ ടു ലോഡ് ബൈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി. അപ്പോൾ വിഡ്ത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഏരിയ ഡിവൈഡ് ബൈ L കൊടുക്കുമ്പോഴത്തേക്കും വിഡ്ത്ത് ഓഫ് ദ ഫുട്ടിംഗ് കിട്ടും. ആസ് ആക്ച്വൽ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ പ്രൊവൈഡഡ് മേ ബി സ്ലൈറ്റ്ലി മോർ ഡ്യൂ ടു റൗണ്ടിങ് ഓഫ്. അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന വാല്യൂ പറഞ്ഞ പോലെ 3.4, ഇപ്പോൾ വിഡ്ത്ത് 3.4ഉം ലെങ്ത് ഒരു 5.8 ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ 5.8നെ 6 3.8 അങ്ങനെയാണെങ്കിൽ അതിനെ 4 എന്ന് അസ്യൂം ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏരിയ കൂടും. ഇപ്പോൾ നേരത്തെ നമുക്ക് കിട്ടേണ്ട വാല്യൂവിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഫൈനൽ താഴ്ന്ന അല്ലെങ്കിൽ സോയിൽ മുകളിലോട്ട് എക്സേർട്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് Q0 ആയിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ A0. ഈ A0 എന്ന് പറഞ്ഞാൽ പ്രൊവൈഡഡ് ഏരിയ ഓഫ് ഫുട്ടിംഗ് ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ ഇവിടെയുള്ള A എന്ന് പറയുന്നത് റിക്വയർഡ് ഏരിയ ഓഫ് ഫുട്ടിങ്. അപ്പോൾ റിക്വയർഡ് ഏരിയ ഓഫ് ഫുട്ടിങ്ങിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ റൗണ്ടിങ് ഓഫ് കാരണം ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന താഴെ നിന്നുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറച്ചുകൂടെ കുറയും. ഏരിയ കൂടുന്നുണ്ട്, ലോഡ് ഡിവൈഡ് ബൈ ഏരിയ അല്ല. അപ്പോൾ ഡിനോമിനേറ്റർ കൂടാൻ പോയാൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഈ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ എസ്സേക്കകത്ത് പഠിക്കുന്ന പാർട്ടാണ്. അതായത് ഇപ്പം ഇങ്ങനൊരു സ്ലാബ് ഉണ്ടെന്ന് വെച്ചോ, ഇതിൻ്റെ മുകളിലൊരു UDL,
ഇതാണ് ഇങ്ങനെയാണ് സപ്പോർട്ട്സ്. അപ്പോൾ ഇങ്ങനത്തുള്ളൊരു സാധനത്തിൻ്റെ നമുക്ക് വാല്യൂ അറിയാം. അതായത് ഈ യു ഡി എല്ലിൻ്റെ വാല്യൂ W kN/m ആണ്. ഇത് P1 ഇത് P2 ആണെങ്കിൽ നമുക്കിതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രം പഠിക്കാൻ എസ്സേയിൽ പഠിക്കുന്നുണ്ട്. ആ സെയിം ലോജിക്ക് തന്നെ ഈ ഫിഗറിന് അങ്ങ് തിരിച്ചാൽ മതി. ഇവിടെ താഴെ നിന്നാണ് യു ഡി എൽ ആക്ട് ചെയ്യുന്നത്, മേളിൽ നിന്ന് ഈ പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻ പോലത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ എസ്സേയുടെ ലോജിക്ക് നേരെ ഇവിടെ തിരിച്ചങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഈ പറയുന്ന യു ഡി എല്ലിൻ്റെ വാല്യൂ എത്രയാണോ കിട്ടേണ്ടത് അതാണ് നമ്മൾ Q0 എന്ന് കിട്ടുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ പ്രൊവൈഡഡ് ഏരിയ. ഓക്കെ, ഈ പ്രൊവൈഡഡ് ഏരിയ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച L ഇൻറ്റു B ആണ്. ഓക്കെ, ഇതിന് സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതി, അതനുസരിച്ച് ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം. ഓക്കെ, പിന്നെ ഡ്രോ ദി ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഓഫ് ദ ലെങ്ത് ഓഫ് ദ ഫുട്ടിംഗ്. ഇത് ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. For convenience, the column loads are taken as concentric loads acting at the centers. അല്ല, ശരിക്കും പറഞ്ഞാൽ കോളം എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഫുൾ വിട്ടിൽ ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ നമ്മൾ എളുപ്പം കിട്ടാൻ വേണ്ടി അതിനെ പോയിന്റ് ലോഡ്സ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാസ്റ്റേഴ്സിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളിതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കുന്നെങ്കിൽ പോയിന്റ് ലോഡ്സ് ആയിട്ടല്ല, ഒരു ചെറിയ ചെറിയ യു ഡി എൽസ് ആയിട്ട് വെക്കുന്നത്. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല, പറഞ്ഞതേ ഉള്ളൂ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. Determine the bending moment at the face of the column and the bending moment max at the point of zero shear. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യം പറയാം. അതായത് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാമും വരുന്നത് എങ്ങനെയാണെന്നൊരു റഫായിട്ട് ഫിഗർ വെച്ച് കാണിച്ചാൽ, ഇതിൻ്റെ വാല്യൂ വരുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഏകദേശം ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പിലായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഏകദേശം ഒരു മിനിറ്റ് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കോളത്തിൻ്റെ ഫേസിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ കോളത്തിൻ്റെ ഫേസിൽ എത്ര ഈ കിട്ടുന്ന ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ഇല്ലേ, ഈ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ ഏതാണ് തിക്നെസ് ഓഫ് ദ സ്ലാബ്. ഈ ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ഈ ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ഏതാണ്, ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂൻ്റെയും ബേസിസിലാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. ഏതാ തിക്നെസ് ഓഫ് ദി സ്ലാബ് കണ്ടുപിടിക്കുക. പ്രോബ്ലം തിക്നെസ് ഓഫ് സ്ലാബ് കണ്ടുപിടിക്കേണ്ടി വരത്തില്ല, ഇത് സ്റ്റെപ്സ് ആയിട്ട് അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് DCS2 ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് വെച്ചിട്ട് തിക്നെസ് വാല്യൂ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്സ്. ഫൈൻഡിങ് ദ തിക്നെസ് ഓഫ് ദ ഫുട്ടിംഗ് ഫോർ ദ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം. ചെക്ക് ദി ഡയഗണൽ ഷിയേഴ്സ് ആൻഡ് പഞ്ചിങ് ഷിയേഴ്സ് ഇൻ ദ കേസ് ഓഫ് ഐസൊലേറ്റഡ് ഫുട്ടിംഗ്. ചെക്ക് ഫോർ ബോണ്ട് അറ്റ് ദി പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. ഇതൊക്കെ പറയുന്നത് RCC വരുന്ന ഭാഗമാണ്. ഇത് ആ ഒരു സ്ട്രക്ചറായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. Determine the longitudinal reinforcement for the bending moment max. For transverse reinforcement, assume a width of B plus D. To take all the bending moment in the short direction, where B is the column side and D is the effective depth. ഇതൊക്കെ ശരിക്കും RCC സ്റ്റെപ്സ് ആണ്, ഇത് ഇവിടെ പഠിക്കേണ്ട ആവശ്യമുള്ളതല്ല. ട്രപ്പിസോയിഡൽ ഫുട്ടിംഗ് അല്ല, ഇതിൻ്റെ പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ചില റൂളുണ്ട്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം.